നമ്മളായി അടുത്തതായി പോകുന്നത് ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ പ്രതിയായ കൈക്കൂലി കേസിൽ ശേഖർ കുമാറിന്റെ സ്ഥലമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല എന്ന വിജിലൻസിന്റെ പരാമർശത്തിലേക്കാണ്. 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ മേഘാലയയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. കേസിനോട് സഹകരിക്കണമെന്ന് ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധിയും നീട്ടി. കോടതി ഇടപെടലുകൾ അന്വേഷണത്തിന് അനുകൂലമാണെന്ന വിലയിരുത്തലാണ് വിജിലൻസിനുള്ളത്. കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ നിർണായക നീക്കം നടത്താൻ കഴിയുമെന്നും വിജിലൻസ് പ്രതീക്ഷിക്കുന്നു. ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്വേഷണത്തോട് സഹകരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ നമുക്കൊരു പ്രശ്നമായി വരില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ കുറച്ചായില്ല അന്വേഷണം തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ അന്വേഷണം നമുക്ക് കുറച്ച് കൂടുതൽ അന്വേഷിക്കാനുണ്ട്. ഇപ്പോൾ 50,000-ഓളം വോയിസ് ചാറ്റ്സും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഏകദേശം വെരിഫൈ ചെയ്ത് ഏകദേശം എത്തി നിൽക്കുകയാണ്. ഇനി കുറച്ച് ഒരു 3 ലക്ഷത്തിൽ പരം മറ്റ് ഡാറ്റയുണ്ട് നമുക്ക്. അത് നമ്മുടെ പരിശോധന തുടർന്നു വരികയാണ്. അപ്പോൾ അതാണ് എടുക്കുന്ന സമയം. അപ്പോൾ തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ 2 ആഴ്ച നമുക്ക് നീട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിജിലൻസ് എസ് പി എസ് ശശിധരന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ സ്ഥലമാറ്റം യാതൊരു തരത്തിലും അന്വേഷണത്തെ ബാധിക്കില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഡാനി ഇപ്പോൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ഇ ഡി എന്ന സംവിധാനത്തെ എങ്ങനെയൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നു, അതിലെ ഉദ്യോഗസ്ഥർ എന്നതുൾപ്പെടെ പുറത്തു കാട്ടാൻ കഴിയുന്ന ഒരു കേസാണ്. ആ നിലയിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസ് കൂടിയാണ്. അവിടെയാണ് ഒരു സ്ഥലം മാറ്റം ഈ കേസിലെ പ്രതിക്ക് ഉണ്ടാകുന്നത്. അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് വിജിലൻസ് പറയുന്നു. എന്താണ് എസ് പി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഈ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ കേസിനെ ബാധിക്കാതെ നോക്കുമെന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കേസിലെ 1-ാം പ്രതിയായ ശേഖർ കുമാറിന് ഇതുവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നോട്ടീസ് നൽകാനോ പോലും വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല എന്നത് നിലവിൽ എടുത്തിരിക്കുന്ന കേസ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആയതുകൊണ്ട് മാത്രമാണ്. 2, 3, 4 പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ 1-ാം പ്രതി ഈ കേസിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലേക്ക് തെളിവുകൾ സമാഹരിക്കാനോ ശേഖരിക്കാനോ വിജിലൻസിന് ഇതുവരെയും വ്യക്തമായും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നോട്ടീസ് അയക്കാൻ പോലും കഴിയാതിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ശേഖർ കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തൻ്റെ മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2 തവണയായി വാദം നടക്കുന്നു. അതിൽ കേസ് പരിഗണിക്കുമ്പോൾ ഒടുവിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കേസിൻ്റെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നത് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം വിജിലൻസിനോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇനിയുള്ള വിശദാംശങ്ങൾ സമാഹരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വിജിലൻസ് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് 2, 3, 4 പ്രതികളുടെ ഡിജിറ്റൽ റെക്കോർഡുകൾ പരിശോധിക്കുകയാണ്. മൊബൈൽ ഫോൺ അടക്കമുള്ള ഡാറ്റകളെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. ഇത് ഈ 1-ാം പ്രതിയുമായി ബന്ധമുള്ളതാണ്. ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് നോട്ടീസ് നൽകുക. കാരണം കൂടുതൽ തെളിവുകൾ സമാഹരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയ ശ്രമത്തിലാണെന്നാണ് വിജിലൻസ് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കവെയാണ് ഈ ശേഖർ കുമാറിനെ മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റുന്നത്. ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് മേഘാലയയിലേക്കാണ്. അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറ്റ് 18 ഉദ്യോഗസ്ഥർക്ക് വിവിധ ഇടങ്ങളിൽ ദേശവ്യാപകമായിട്ട് സ്ഥലം മാറ്റം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്ഥലം മാറ്റം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കേസ് ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ.ഡി. ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു. ആ റിപ്പോർട്ടും അവർക്ക് ലഭിച്ചിരുന്നു. ഇതിനൊടുവിലാണ് ഈ ശേഖർ കുമാറിനെയും ഈ സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ വിജിലൻസ് പറയുന്നത് ഈ സ്ഥലം മാറ്റം ഈ കേസിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്, ഈ കേസുമായി സഹകരിച്ച് പോകണമെന്ന കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ജാമ്യം അതിൻ്റെ ഒരു പ്രാബല്യം കുറച്ച് ദിവസത്തേക്ക് കൂടി നീട്ടി നൽകിയിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നിന്ന് ഇദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയുകയില്ല. തങ്ങളാകട്ടെ ഇതിൻ്റെ അന്വേഷണവുമായി ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. നേരത്തെയും വിജിലൻസ് ഇതിൽ പറയുന്ന ഒരു കമ്പനി സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഇത് കടലാസ് കമ്പനി മാത്രമാണെന്ന് വ്യക്തമാകുകയും ചെയ്തിരുന്നു. ആ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇനിയുള്ള ഈ ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയും എല്ലാം ഈ കേസിൽ നിർണായകമാണ്.
അതുകൂടി വരുമ്പോഴേക്കും ഹൈക്കോടതി അനുവദിച്ച ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയും. അതിനുശേഷമായിരിക്കും ഈ ശേഖർ കുമാറിന് നോട്ടീസ് അയക്കുക തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. നടപടി ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ, കാരണം അദ്ദേഹം ഒരു ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായും അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് തന്നെ നോട്ടീസ് കീഴ്വഴക്കമനുസരിച്ചുകൊണ്ട് ഈ വിശദമായ വസ്തുതകൾ അതിൻ്റെ മേലധികാരിയെ ബോധിപ്പിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് ശേഖർ കുമാറിന് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്ത് വിളിപ്പിക്കുക എന്ന രീതിയിലേക്കാണ് വിജിലൻസ് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥലം മാറ്റം അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് വിജിലൻസ് വിശദീകരിക്കുന്നത്. ഡാനി, കൊല്ലം സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് കേസ് ഒതുക്കി തീർക്കാൻ കൈക്കൂലി വാങ്ങി എന്നതാണ് ഇയാൾക്കെതിരായിട്ടുള്ള കേസ്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇയാളിലേക്ക് എത്താൻ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് എന്നത് വിജിലൻസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നതാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ SP നൽകിയിട്ടുണ്ടോ? ഇതിൻ്റെ പൊതുവെയുള്ള അന്വേഷണം ഇവരുമായി ബന്ധപ്പെടുത്തി ഇവരിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള കൂടുതൽ തെളിവ് ശേഖരണം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് സാധ്യമായിട്ടുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതും അത് തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുകയാണ്. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ഡിജിറ്റൽ തെളിവുകൾ തന്നെയായിരിക്കും ഈ കേസിൽ ഒരുപക്ഷെ ഏറ്റവും നിർണായകമാകുക. അല്ലെങ്കിൽ ഈ ശേഖർ കുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ അവിടെയാണ് വിജിലൻസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. നാളിതുവരെ ആയിട്ടും വലിയ രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ മുംബൈയിലെ ഒരു കടലാസ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പരിശോധനയിൽ പോലും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ പോലും അത് 2, 3, 4 പ്രതികളാണ്. ഈ 2 ഇടനിലക്കാരും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും ഉൾപ്പെടുന്ന അവർ മാത്രമാണ് ഈ രീതിയിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോഴും ശേഖർ കുമാറിലേക്ക് എത്താനായിട്ട് ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇനി അവശേഷിക്കുന്നത് ഡിജിറ്റൽ തെളിവുകളുടെ ഒരു സാധ്യതയും അത് പൂരിപ്പിക്കലുമാണ്. അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോറൻസിക് പരിശോധന അടക്കം ഇത്തരം കാര്യങ്ങളിൽ തെളിവുകളുടെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം മറ്റൊന്ന്, ഈ ഹൈക്കോടതിയിൽ ഈ പരാതിക്കാരനെ അനീഷ് കുമാർ നൽകിയ ഒരു ഹർജിയുണ്ട്. തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നതെല്ലാം തന്നെ ആവശ്യപ്പെടുന്നു. തന്നെ പീഡിപ്പിക്കുകയാണ് ഇല്ലാത്ത കേസിൻ്റെ പേരിൽ എന്നതെല്ലാം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ED പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് ചില വിവരശേഖരങ്ങളുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇയാളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അത് ഈ കേസിൻ്റെ നടപടിക്രമങ്ങളിൽ അത്യന്താപേക്ഷിതവുമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിൽ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ അന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ ചില നീക്കങ്ങൾ കോടതിയിലും നടക്കുന്നുവെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇതിൽ ശേഖർ കുമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകുകയും അതിന് വിജിലൻസ് നൽകിയ വിശദീകരണവുമെല്ലാം. വിജിലൻസ് ഇതുവരെയും തെളിവുകളിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയാനായിട്ട് സാധിക്കുന്നത്. വിശദമായ രീതിയിലുള്ള കാര്യങ്ങൾ, അത് ഈ ഡിജിറ്റൽ കാര്യങ്ങൾ, മൊബൈൽ ഫോണും മറ്റും അടക്കമുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഒരു പരിശോധനയിലൂടെ സാധ്യമാകും. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വിജിലൻസ് പറയുന്നത്. ശരി, എന്തായാലും ശേഖർ കുമാറിന്റെ സ്ഥലം മാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് വിജിലൻസ് പറയുന്നു. മാത്രവുമല്ല, ഇതുവരെയുള്ള കോടതി നടപടികൾ തങ്ങൾക്ക് അനുകൂല സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന ഒരു ആത്മവിശ്വാസം കൂടിയാണ് വിജിലൻസ് രേഖപ്പെടുത്തുന്നത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.